ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കോരിന്തോസ് 11 അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. കോറിന്തോസുകാർ പൗലോസ്ലീഹായോട് എന്ത് കാണിക്കുന്നുണ്ടല്ലോ എന്നാണ് സ്ലീഹ പറയുന്നത്? എ. സഹിഷ്ണുത, ബി. അനുസരണം, സി. സ്നേഹം, ഡി. ബഹുമാനം. ഉത്തരം എ. സഹിഷ്ണുത. ചോദ്യം 2. പൗലോസ്ലീഹായ്ക്ക് കോറിന്തോസുകാരോട് തോന്നുന്നതെന്ത്? എ. സ്നേഹം, ബി. ദൈവികമായ അസൂയ, സി. കൃതജ്ഞത, ഡി. സന്തോഷം. ഉത്തരം ബി. ദൈവികമായ അസൂയ. ചോദ്യം 3. നിർമ്മലമായ വധുവിനെ ആർക്കാണ് സമർപ്പിക്കുക? എ. ക്രിസ്തുവിന്, ബി. ഭർത്താവിന്, സി. വരന്, ഡി. സഭയ്ക്ക്. ഉത്തരം ബി. ഭർത്താവിന്. ചോദ്യം 4. പൗലോസ്ലീഹ കോറിന്തോസുകാരുടെ വിവാഹ നിശ്ചയം നടത്തിയത് ആരുമായിട്ടാണ്? എ. ദൈവവുമായി, ബി. ക്രിസ്തുവുമായി, സി. സഭയുമായി, ഡി. അപ്പസ്തോലന്മാരുമായി. ഉത്തരം ബി. ക്രിസ്തുവുമായി. ചോദ്യം 5. പൂരിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും ഡാഷിലും നിന്ന് വ്യതിചലിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എ. ആരാധനയിലും, ബി. വിശുദ്ധിയിലും, സി. വിശ്വാസത്തിലും, ഡി. സ്നേഹത്തിലും. ഉത്തരം ബി. വിശുദ്ധിയിലും. ചോദ്യം 6. ആരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ല താനെന്നാണ് പൗലോസ്ലീഹായുടെ വിശ്വാസം? എ. പ്രവാചകന്മാർ, ബി. പുരോഹിത പ്രമാണികൾ, സി. അപ്പസ്തോല പ്രമാണികൾ, ഡി. ന്യായാധിപന്മാർ. ഉത്തരം സി. അപ്പസ്തോല പ്രമാണികൾ. ചോദ്യം 7. പൗലോസ്ലീഹായുടെ കുറവ് എന്താണെന്നാണ് സ്ലീഹ തന്നെ പറയുന്നത്? എ. അറിവ്, ബി. പ്രസംഗ ചാതുര്യം, സി. വാക്ചാതുര്യം, ഡി. വശീകരണ ശക്തി. ഉത്തരം ബി. പ്രസംഗ ചാതുര്യം. ചോദ്യം 8. ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് കോറിന്തോസുകാരുടെ എന്തിനു വേണ്ടിയാണ് സ്ലീഹ തന്നെ താഴ്ത്തിയത്? എ. ഉന്നമനത്തിന്, ബി. ഉത്കർഷത്തിന്, സി. നന്മയ്ക്ക്, ഡി. ആത്മീയ വളർച്ചയ്ക്ക്. ഉത്തരം ബി. ഉത്കർഷത്തിന്. ചോദ്യം 9. കോറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി എവിടെ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ടാണ് സ്ലീഹ അവരെ കവർച്ച ചെയ്തത്? എ. പൗരപ്രമാണികളിൽ നിന്ന്, ബി. സമ്പന്നരിൽ നിന്ന്, സി. മക്കെദോനിയക്കാരിൽ നിന്ന്, ഡി. മറ്റ് സഭകളിൽ നിന്ന്. ഉത്തരം ഡി. മറ്റ് സഭകളിൽ നിന്ന്. ചോദ്യം 10. കോറിന്തോസിൽ ആയിരിക്കുമ്പോൾ സ്ലീഹായുടെ ഞെരുക്കത്തിൽ ആരാണ് സ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തത്? എ. അക്കായിയക്കാർ, ബി. മക്കെദോനിയയിലെ സഹോദരന്മാർ, സി. ഏഷ്യയിലെ സഹോദരന്മാർ, ഡി. എഫെസോസിലെ സഹോദരന്മാർ. ഉത്തരം ബി. മക്കെദോനിയയിലെ സഹോദരന്മാർ. ചോദ്യം 11. പൂരിപ്പിക്കുക. ഡാഷ് എന്നിലുള്ളതുകൊണ്ട് എൻ്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല. എ. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ബി. ക്രിസ്തുവിൻ്റെ സത്യം, സി. ക്രിസ്തുവിൻ്റെ സ്നേഹം, ഡി. ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഉത്തരം ബി. ക്രിസ്തുവിൻ്റെ സത്യം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 12. ആരാണ് പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുള്ളത്? എ. പിശാച്, ബി. സാത്താൻ, സി. വ്യാജ പ്രവാചകന്മാർ, ഡി. കപട അപ്പസ്തോലന്മാർ. ഉത്തരം എ.
പിശാച്. ചോദ്യം 13. പിശാചിൻ്റെ ശുശ്രൂഷകർ ആരായി വേഷം കെട്ടുമെന്നാണ് ശ്ലീഹ പറയുന്നത്? എ. ദൈവ ശുശ്രൂഷകരായി, ബി. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായി, സി. നീതിയുടെ ശുശ്രൂഷകരായി, ഡി. സത്യത്തിൻ്റെ ശുശ്രൂഷകരായി. ഉത്തരം സി. നീതിയുടെ ശുശ്രൂഷകരായി. ചോദ്യം 14. ബുദ്ധിമാന്മാരായ കൊറിന്തോസുകാർ ആരോടാണ് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കുന്നത്? എ. വിഡ്ഢികളോട്, ബി. ഭോഷന്മാരോട്, സി. അസൂയാലുക്കളോട്, ഡി. അടിമകളോട്. ഉത്തരം എ. വിഡ്ഢികളോട്. ചോദ്യം 15. എപ്രകാരമാണ് താൻ ക്രിസ്തുവിൻ്റെ കുറേക്കൂടെ മെച്ചപ്പെട്ട ദാസനാണെന്ന് ശ്ലീഹ പറയുന്നത്? എ. ഭോഷനെ പോലെ, ബി. വിഡ്ഢിയെപ്പോലെ, സി. ഉന്മത്തനെ പോലെ, ഡി. വിശ്വാസിയെപ്പോലെ. ഉത്തരം സി. ഉന്മത്തനെ പോലെ. ചോദ്യം 16. ശ്ലീഹ ആരുടെ കൈകളിൽ നിന്നാണ് ഒന്നു കുറയെ 40 അടി വീതം 5 പ്രാവശ്യം കൊണ്ടത്? എ. ഹെബ്രായരുടെ, ബി. ഇസ്രായേലിയരുടെ, സി. യഹൂദരുടെ, ഡി. ഏഷ്യക്കാരുടെ. ഉത്തരം സി. യഹൂദരുടെ. ചോദ്യം 17. എന്തിനെപ്പറ്റിയുള്ള ഉത്കണ്ഠയാണ് അനുദിനം ശ്ലീഹായെ അലട്ടിക്കൊണ്ടിരുന്നത്? എ. സുവിശേഷത്തെക്കുറിച്ചുള്ള, ബി. കൊറിന്തോസുകാരെക്കുറിച്ചുള്ള, സി. സകല സഭകളെയും കുറിച്ചുള്ള, ഡി. മക്കെദോനിയക്കാരെക്കുറിച്ചുള്ള. ഉത്തരം സി. സകല സഭകളെയും കുറിച്ചുള്ള. ചോദ്യം 18. ശ്ലീഹ പ്രശംസിക്കുകയാണെങ്കിൽ എന്തിനെക്കുറിച്ചായിരിക്കും പ്രശംസിക്കുക? എ. നേട്ടങ്ങളെക്കുറിച്ച്, ബി. അധികാരങ്ങളെക്കുറിച്ച്, സി. കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഡി. ബലഹീനതകളെക്കുറിച്ച്. ഉത്തരം ഡി. ബലഹീനതകളെക്കുറിച്ച്. ചോദ്യം 19. അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി ശ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ഏത് നഗരത്തിനാണ് കാവലേർപ്പെടുത്തിയത്? എ. ദമാസ്കസിന്, ബി. റോമായ്ക്ക്, സി. ഫിലിപ്പിയായ്ക്ക്, ഡി. മാൾട്ടായ്ക്ക്. ഉത്തരം എ. ദമാസ്കസിന്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.